വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ മെയിനായിട്ട് വേണ്ടത് 4mm-ൻ്റെയോ 3mm-ൻ്റെയോ സിൽവറോ ഗോൾഡൻ കളറിലെയോ ഗിയർ വയർ വേണം. പിന്നെ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് വേണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് ഉണ്ടായതുകൊണ്ട് ഞാനതെടുത്തു. നിങ്ങളുടെ അടുത്ത് സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ബീഡ്സ് ഞാൻ എടുത്തിരിക്കുന്നത് 2mm സൈസിലെ ബീഡ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. 2mm അല്ല 3mm സൈസിലെ ബീഡ്സ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ബീഡ്സിന് നമുക്ക് 10 രൂപ, ചിലപ്പോൾ അതിൽ കുറഞ്ഞ റേറ്റിലൊക്കെ ഒരു മാല പോലെയൊക്കെ കിട്ടും. അപ്പോൾ ബീഡ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 10 രൂപയാണ്. അതിൽ കുറവിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ മേക്കിങ്ങിലോട്ട് കിടക്കാം. പിന്നെ നമ്മൾ ഫ്ലവർ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഗിയർ വയർ ഒരു അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 മീറ്ററോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയൊന്നും എടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു എൻഡിങ്ങിൽ കൂടെ ഇതുപോലെ 10 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഭാഗം മാത്രം ഒന്ന് തള്ളി നിർത്തിയതിന് ശേഷം ഒരു എൻഡിങ്ങിൽ കുറച്ച് ഭാഗവും മറ്റേ എൻഡിങ്ങിൽ കൂടുതൽ ഭാഗവും നിർത്തിയതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ പിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കൂടുതൽ നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് കൂടെയാണ് ഇനി എല്ലാ ബീഡ്സും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ഒരു 20 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നേരത്തെ ചുറ്റിയതിൻ്റെ ആ ഒരു സെയിം പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 30 ബീഡ്സ് ഇട്ടിട്ടാണ്. 30 ബീഡ്സ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതും നമ്മൾ ആദ്യം ചുറ്റി കൊടുത്ത ആ ഒരു സെൻറ്റർ പോർഷനിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബീഡ്സിൻ്റെ എണ്ണമൊക്കെ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ചെറിയ സൈസിലെ ബീഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബീഡ്സ് യൂസ് ചെയ്ത്. വലുതാവുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എണ്ണം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലെയറായിട്ട് കൊടുക്കുന്നത് 40 ബീഡ്സാണ്. അങ്ങനെ നമ്മൾ 4 ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ലെയർ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മിക്സ്ഡ് കളറായിട്ട് ചെയ്യാം. ഒരു ലെയറിൽ വേറെ കളറാണെങ്കിൽ അടുത്ത ലെയറിൽ വേറെ കളറായിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ 2 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ ഇങ്ങനെ പിരിച്ച് വെച്ച് കുറച്ച് ഗിയർ വയർ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ കുറച്ച് ഭാഗം വിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് 2 കൂടിയും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഗ്ലൂ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാനിവിടെ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ബ്ലാങ്ക് ആയിട്ട് ആ ഗിയർ വയർ കാണുന്ന പോർഷനിലോട്ട് ഞാൻ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ഒരു ബ്ലൂ ബീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ടൈറ്റാക്കി പിടിച്ച് നമുക്കൊന്ന് അവിടെ ചുറ്റി കൊടുക്കാം. ഈ ഒരു കളറിൽ നിങ്ങൾക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പല കളറും മാറ്റി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റീസും ഒക്കെ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്ത് 2 ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.